بسم الله الرحمن الرحيم تنزيل الكتاب من الله العزيز الحكيم إنا रोजे की दीवार से रिश्ता जोड़ लिया, गोया एक संसार से रिश्ता जोड़ लिया। रोजे की दीवार से रिश्ता जोड़ लिया, रोजे की दीवार से रिश्ता जोड़। अस्सलामु अलैकुम वरहमतुल्लाह। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिना मुहम्मदिन अशरफिल मख्लूक़ीन वअला आलिहि वसह्बिहि अज्मईन। अम्मा बअद फइन्न अस्दक़ल हदीस कलामुल्लाह वखैरल हदी हदी सय्यिदिना मुहम्मदिन सल्लल्लाहु अलैहि वसल्लम वशर्रल उमूरि मुहदसातुहा वकुल्ल मुहदसतिन बिदअह वकुल्ल बिदअतिन ज़लाला वकुल्ल ज़लालतिन फिन्नार। इन उरीदु इल्लल इस्लाह मस्ततअतु वमा तौफीक़ी इल्ला बिल्लाहि अलैहि तवक्कलतु व इलैहि उनीब वमा तौफीक़ी इल्ला बिल्लाहि अलैहि तवक्कलतु व इलैहि उनीब वमा तौफीक़ी इल्ला बिल्लाहि अलैहि तवक्कलतु व इलैहि उनीब। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। लक़द नसरकुमुल्लाहु बिबदरिन व अंतुम अज़िल्लह। क़ालल्लाहु अज़्ज़ व जल्ल लन यदखुलन नार मन शहिद बदरा। क़ाल रसूलुल्लाहि हुम जुंदु फ़ज़लिन व इहसानिन व मकरूमतिन हुम सय्यदु मिल्लतल मुख्तारि मिन मुज़रा। वसल हुनैनन वसल बदरन वसल उहुदा अनवाअ तअज़ीबिहिम वल्हत्फ़ु कैफ़ जरा। हुमुर रिजालु बला हुमुल जिबालु बला कद्दहरि फी हिम्मतिन बल सादतुन कुबरा। अक्रिम बिहिम फित्यतन तम्मत फ़ज़ाइलुहुम वअम्म आलाउहुम लिल ഖൽഖി ദൂന മിറാ। മുഹമ്മദ് സയ്യിദുനാ മുഹമ്മദ്. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ബദറിൽ എത്തിയ ആദ്യത്തെ രാത്രിയുടെ തുല്യതയുള്ള രാത്രിയാണ് ഇത്. ഈ രാത്രിയിലാണ് ബദറിന്റെ എല്ലാ സംഭവങ്ങളും തുടക്കങ്ങളും നടക്കുന്നത്. സുബഹിയുടെ ശേഷമാണ് ബദർ നടക്കുന്നത്. അല്ലാഹു ഈ രാത്രിയിൽ ആ വിഷയം ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത് കൊണ്ട് തന്നെ ബദരീങ്ങളുടെ, പ്രത്യേകിച്ച് ബദരീങ്ങളുടെ നേതാവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മദദ് എനിക്കും നമുക്കും ദുനിയാവിലും മരണ ടൈമിലും ഖബറിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ബദർ സീറ പാരായണങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ മലബാറിൽ നടക്കാറുണ്ട്. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും ബദർ സീറ പാരായണങ്ങൾ നടത്തിയിരുന്നതായി സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. സന്തോഷവേളകളിൽ, കല്യാണ സദസ്സുകളിലൊക്കെ ബദരീങ്ങളുടെ പാട്ടുപാടിയിരുന്നതും ദഫ്മുട്ടിയിരുന്നതൊക്കെ സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് കാണാം. അല്ലാമ ഖതീബ് തിബ്രീസി അവിടുത്തെ മിഷ്കാത്തുൽ മസാബീഹ് എന്ന ഗ്രന്ഥത്തിൽ ബുഖാരിയുടെ ഹദീസ് ബാബു ഇഅ്ലാനിൻ നിക്കാഹ് എന്ന
അദ്ദേഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റുബയ്യ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നു, എന്റെ കല്യാണ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് കടന്നു വന്നു. സദസ്സ് കല്യാണ സദസ്സ്. വഇൻദനാ ജുവൈരിയാത്തുൻ തുറന്നി ബിദ്ദഫി യന്ദുബന മമ്മാത മിൻ അബായിൽ ബദർ. ബദരീങ്ങളെ സംബന്ധിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു സദസ്സായിരുന്നു അത്. അതിലേക്കാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ബദരീങ്ങളുടെ നേതാവായ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ആ സദസ്സ് പാട്ടുപാടാൻ തുടങ്ങി. അതിനു മുമ്പ് സ്വഹാബിമാരെ പറ്റിയുള്ള പാട്ടായിരുന്നു. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗാദി വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗാദി എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പാട്ടുപാടി. മഹാനായ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇർജിഈൻ ഇലാ മാ തഖൂലീൻ, ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ സ്വഹാബിമാരുടെ മദ്ഹ് പാടിയിരുന്നു, ബദറിൽ പങ്കെടുത്ത ആ പാട്ടിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുക, അത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ബദർ സദസ്സിൽ ഒരു സദസ്സാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മഹാന്മാരുടെ മദ്ഹ് പറയുന്ന സദസ്സുകൾ ഇഷ്ടം പോലെ നടന്നിരുന്നു. മദീന പള്ളിയിൽ സ്വഹാബത്ത് നടത്തിയതായി സഹീഹുൽ ഇമാം ദാരിമി അവിടുത്തെ സുനനു ദാരിമിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മദീന പള്ളിയിൽ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയാൻ ഒരു സ്റ്റേജ് ഉള്ളതായി ബുഖാരി ഉദ്ധരിച്ചതായി മിഷ്കാത്തിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ്, സ്വഹാബത്തിന്റെ മദ്ഹ്, ഇതെല്ലാം പാടിക്കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ പ്രത്യേകമായ ഒരു സ്റ്റേജ് അതിന് തന്നെ നബി തങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ നടന്നതായി സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം. ഇതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ ബറക്കത്തുള്ള കാര്യമാണ്. ഇമാം നവവി മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ശർഹ് മുസ്ലിമിൽ പറയുന്നു, ഈ ഹദീസ് എന്ന് വ്യക്തമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബിമാരുടെയും ചരിത്രങ്ങൾ ഗദ്യമായി പദ്യമായി അവതരിപ്പിക്കുന്നത് സുന്നത്താണ്. അങ്ങനെ പള്ളിയിലും അലാദിയും സദസ്സുകൾ ഉണ്ടാക്കുന്നത് സുന്നത്തായ കർമ്മമാണ്. ഇതാണ് അഇമ്മത്ത് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അല്ലാഹു നമ്മുടെ സദസ്സ് അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. മഹാന്മാരുടെ മദ്ഹ് പറയുന്നത് വലിയ പുണ്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തൻസിലുർ റഹ്മാത്തു ഇൻദ ദിക്രി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നതാണ്, അല്ലാഹുവിന്റെ ശിക്ഷകൾ ഉയർത്തപ്പെടുന്നതാണ്, അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നതാണ്. മുസ്നദുൽ ഫിർദൗസിൽ ഈ ഹദീസ് കാണാം. ഇമാം ദൈലമി വീണ്ടും ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറാ. അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്നത്, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നത്, മറ്റ് അമ്പിയാക്കന്മാരെ മൗലിദ് ഓതുന്നത്, അത് ഗദ്യമായും പദ്യമായും ഏതു ഭാഷയിലും അവതരിപ്പിക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറയുന്നതും കേൾക്കുന്നതും എല്ലാം വലിയ കൂലിയുള്ള ഇബാദത്താണ്. മാത്രമല്ല കഫാറ, അതിൽ പങ്കെടുക്കുന്നവരുടെ ദോഷങ്ങൾ പൊറുക്കുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ഇത്രയും സദസ്സുകൾ സംഘടിപ്പിക്കാനുള്ള കാരണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും സദസ്സുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാൻ ബിറൂഹിൽ ഖുദ്സ്. പടച്ചവനെ, ജിബ്രീലിന്റെ സഹായം നീ ഹസ്സാൻ ഇബ്നു സാബിത്തിന് നൽകണേ അല്ലാഹ്. എന്റെ മദ്ഹ് പാടി പറയുന്ന കാലത്തെല്ലാം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നു. റസൂൽ വർക്ക് വലിയ സ്ഥാനമുണ്ട്, സ്വഹാബിമാരെ മദ്ഹ് പറയുന്നവർക്ക് സ്ഥാനമുണ്ട്, സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറയുന്നവർക്ക് സ്ഥാനമുണ്ട്. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹു ഖൈറുൽ അമൽ
وعسى الإله به يبلغه الأمل وله بنيل شفاعة ضاها كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. റസൂലുള്ളാഹിന്റെ മധു പറയുന്നത് ഖൈറുൽ അമലാണ്. ഹുബ്ബുൻ നബി റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതും മധുഹു അവിടുത്തെ മധു പറയുന്നത് ഖൈറുൽ അമൽ, അത് നല്ല അമലാണ്. വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ. അതാ എന്തു ലക്ഷ്യത്തിലാണോ സദസ്സ് സംഘടിപ്പിച്ചത്, എന്തു ലക്ഷ്യത്തിലാണോ മധു പറഞ്ഞത്, ആ അഭിലാഷം അല്ലാഹു തആല പൂവണിയിക്കുന്നതാണ്. വലഹു ബിനൈലി ശഫാഅത്തിൻ ദോഹാ കഫൽ. ആഖിറത്തിൽ വല്ല അബദ്ധവുമുള്ളവനാണ് അവനെങ്കിൽ അവന്റെ കാര്യത്തിൽ റസൂലുള്ള റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇത് നബി തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ. മാത്രമല്ല അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണ്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് പറയുന്നത് വലിയ പുണ്യമുള്ളതാണ്. മറ്റു സ്വഹാബികളുടെയും മറ്റു ഔലിയാക്കളുടെയും പേര് പറയുന്നതിൽ സ്ഥാനമുണ്ട്. ജീലാനി തങ്ങളെ പേര് പറയുന്നതിൽ ഗുണമുണ്ട്. ദിഫാഴി തങ്ങളെ പേര് പറയുന്നതിൽ ഗുണമുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുന്നതിൽ ഗുണമുണ്ട്. എല്ലാം ഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ ബദരീങ്ങളുടെ പേര് അത് റസൂലുള്ള കടക്കുന്നു, 4 ഖുലഫാക്കന്മാര് കടക്കുന്നു, അശ്റത്തുൽ മുബശ്ശിരീൻ കടക്കുന്നു, എല്ലാവരും കടക്കുന്നുണ്ട്. അവരുടെ പേര് പറയുന്നത് അസ്മാഉഹും കഹുഫുൽ വറാ വസലാമത്തുൻ മിൻ കുല്ലി ദാഹിയത്തിൻ വമിമ്മാ യഖ്ദിറൂ. അസ്മാഉഹും അവരുടെ പേര് പറയുന്നത് കഹുഫുൽ വറാ, മനുഷ്യരെ നമുക്ക് അഭയമാണ്. ഒരു മാളം കിട്ടിയ പാമ്പിനെ പോലെ ആരോ എറിഞ്ഞ് ആരോ കൊല്ലാൻ കൂടെ ഓടുന്ന പാമ്പ് ഓടി അതിന്റെ മാളത്തിലേക്ക് കടക്കുന്ന പോലെയാണ്. മഹാന്മാരായ ബദരീങ്ങളെ പേര് പറയുന്നവൻ അവന്റെ പട്ടണങ്ങളിൽ നിന്ന് അവൻ രക്ഷാ വഴിയിലേക്ക് കടക്കുന്നു. അതവനിക്കൊരു രക്ഷാമാളമാണ്, അവന് രക്ഷാ കവചമാണ്. അസ്മാഉഹും കഹുഫുൽ വറാ വസലാമത്തുൻ. അവരുടെ പേര് പറയുന്നത് സലാമത്താണ്, രക്ഷയുടെ വഴിയാണ്. മിൻകുല്ലി ദാഹിയത്തിൻ. ഏത് മുസീബത്ത് വന്നാലും വമിമ്മാ യഖ്ദിറൂ. കലക്കമുള്ള പട്ടണങ്ങൾ എന്തുണ്ടോ, നീറുന്ന പട്ടണങ്ങൾ എന്തുണ്ടോ, അതിനൊക്കെ ബദരീങ്ങളെ പേര് ഉപകരിക്കുന്നതാണ്. കമ്മിൻ ഖവാരിഖി ആദതി വഅജായിബി മിൻ ഇന്ദി ദിക്രിഹിമി തജിഉ വതസുദുറു. കമ്മിൻ ഖവാരിഖി ആദത്തിൻ. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ വളരെ ദൂരമായ എത്ര കാര്യങ്ങളാണ്. വഅജായിബി. എത്ര ആശ്ചര്യങ്ങളാണ്. മിൻ ഇന്ദി ദിക്രിഹിമി. അവരുടെ പേര് പറഞ്ഞാൽ തജിഉ വതസ്ദുറു. ഉണ്ടായത് അനുഭവിച്ചത് എത്രയാണ്. ബഹുമാനപ്പെട്ട ഹാഫിദുദ് ദുനിയാ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ അതാ ഉദ്ധരിക്കുന്നു. മഹാനവറുകൾ പറയുന്നു, എന്റെ എളാപ്പയുടെ മകൻ റോമിൽ ജൂതന്മാര് ബന്ധിതനാക്കി. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ റോമിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവര് ഞങ്ങൾക്ക് താങ്ങാത്ത രൂപത്തിൽ കാശ് പറഞ്ഞു. ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ നിസ്സഹായരായി. ഞാനതാ എന്റെ എളാപ്പന്റെ മകനിക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു. ഫഅർസൽതു ഇലൈഹി അസ്മാ അഹ്ലി ബദർ. ഞാൻ ബദരീങ്ങളെ പേരെഴുതിക്കൊണ്ട്. ആരാണിത് പറയുന്നത്? സ്വഹീഹുൽ ബുഖാരിക്ക് ലോകപ്രസിദ്ധമായ 13 വാള്യമുള്ള എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട വിശാല വിശദീകരണം ഫത്ഹുൽ ബാരി എന്ന വിശദീകരണം എഴുതിയ, മാത്രമല്ല 100ഓളം ഉയർന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ഹാഫിദുദ് ദുനിയാ, ലോകത്തുള്ള വലിയ ഹദീസ് പണ്ഡിതനെന്ന് ലോക പ്രസിദ്ധ പേരുള്ളതായ ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുകയാണ്, ഈ പേര് ഞാൻ എഴുതിക്കൊണ്ട് എന്റെ മകന് കൊടുത്തയച്ചു.
അതാ ദിവസങ്ങളെ കൊണ്ട് അവനതാ ഞങ്ങളുടെ വീട്ടിലണയുകയാണ്. ചോദിക്കുന്നു, നിനക്ക് നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എത്രയോ ലക്ഷങ്ങളാണ് അവരാവശ്യപ്പെട്ടത്. അതാ പിന്നെ എങ്ങനെയാണ് ഒന്നുമില്ലാതെ നീ രക്ഷപ്പെടാൻ കാരണം? സഹോദരന്മാരെ, ആ ടൈമിൽ ആ കുട്ടി പറയുന്നു, നിങ്ങൾ എനിക്ക് ആ പേരയച്ചു തന്നില്ലേ, ബദരീങ്ങളെ പേര്? നിങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തിരുന്നല്ലോ, ആ പേര് നിങ്ങൾ എന്നോട് കാണാതെ പഠിക്കാൻ പറഞ്ഞിരുന്നു. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ പേര്, അതുപോലെ തന്നെ ബദരീങ്ങളെ പേര്, ഇതൊക്കെ കാണാതെ പഠിക്കുന്ന ഹൃദയങ്ങൾക്ക് ഈമാൻ നിലനിൽക്കുന്നതാണ്. ആ ഹൃദയത്തിലുള്ള ചിന്തക്ക് വലിയ ഫലമുള്ളതാണ്. ആ ഹൃദയത്തിൽ നാഫിയ ഇൽമു നിലനിൽക്കുന്നതാണ്, ഓർമ്മശക്തി നിലനിൽക്കുന്നതാണ്. ആ ഹൃദയത്തിന് വലിയ പുണ്യമുണ്ട്. അത് ചൊല്ലുന്ന നാവ് കൊണ്ട് മന്ത്രിച്ചാൽ ഫലമുണ്ട്. അത് ചൊല്ലുന്ന നാവ് കൊണ്ട് വല്ലതും പറഞ്ഞാൽ ഫലമുണ്ട്. അത് ചൊല്ലുന്ന നാവ് കൊണ്ട് ദുആ ചെയ്താൽ ഉത്തരമുണ്ട്. അങ്ങനെ അയിമ്മത്ത് പലതും പറഞ്ഞിട്ടുണ്ട്. അതാ നീ അത് കാണാതെ പഠിക്കാൻ പറഞ്ഞു. ബുറുദ ചൊല്ലുകയാണെങ്കിൽ അതിന് 9 നിബന്ധനകൾ, അതിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കാനുണ്ടെന്ന് അല്ലാമ ഖർബൂതി തന്റെ അസീദയിൽ പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് ആ ബുറുദ കാണാതെ പഠിച്ചിട്ടായിരിക്കണം അത് ചൊല്ലേണ്ടത്. നോക്കി ചൊല്ലുകയാണെങ്കിൽ തന്നെ കാണാതെ പഠിക്കണം. അത് വലിയ പുണ്യമുള്ളതാണ്. മഹാന്മാര് മുഴുവനും ഈ വഴി സ്വീകരിച്ചവരാണ്. സഹോദരന്മാരെ, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ആസ്മാവുകൾ കാണാതെ പഠിക്കാൻ? ഞാനത് കാണാതെ പഠിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും പലപ്പോഴായത് ചൊല്ലാൻ പറഞ്ഞില്ലേ? ഞാനതങ്ങ് ചൊല്ലാൻ തുടങ്ങി. അതാ എന്നെ അടിമയാക്കി വെച്ച ജൂതന്റെ വീട്ടിൽ വലിയ മുസീബത്ത് സംഭവിച്ചു. അവൻ എന്നെ വിൽക്കുകയാണ്. ഇവനൊരു ലക്ഷണം കെട്ടവനാണെന്ന് മനസ്സിലാക്കി എന്നെ വിറ്റ് കളയുന്നു. വാങ്ങുന്ന ആളുകൾക്കെല്ലാം വലിയ മുസീബത്ത് വരുന്നു. ആയിരക്കണക്കിന് രൂപ വരുന്ന അടിമക്കഥ വെറും 7 ദീനാർ, 7 ദിർഹം, 7 വെള്ളി വിലയായി മാറുന്നു. കാരണം ഇവനെ വാങ്ങുന്നവർക്കൊക്കെ മുസീബത്തുണ്ട്. പലരും എന്നെ ആക്രമിക്കുന്നു. നീ ഇവിടെ വന്ന് എന്തോ ചെയ്യുന്നുണ്ട്, നീ എന്തോ സിഹ്ർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ അതാ എന്റെ യജമാനൻ എന്നെ ആക്രമിച്ചപ്പോൾ നിന്നെ ഞാൻ അറുക്കുമെന്നും എന്റെ കുരിശിന് ഞാൻ എന്നെ ബലിയർപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനൊരു അപകടം സംഭവിച്ചു. അവനതാ അവന്റെ കുതിരമുകളിൽ കയറി സഞ്ചരിക്കുകയായിരുന്നു. അവൻ വീണ് തലപൊട്ടി മുഖമടിച്ചും അവനങ്ങ് മരിച്ചുപോയി. അവന്റെ മകൻ എന്നെ ശിക്ഷിക്കാൻ തുടങ്ങി. അവസാനം ഞാനതാ പലരുടെയും കയ്യിലെത്തി. അവരൊക്കെ എന്നെ കൊണ്ട് വിഷമിച്ചു. ഞാനൊന്നും ചെയ്യുന്നില്ല. ബദരീങ്ങളെ പേര് പറയുന്നവനെ വേദനിപ്പിച്ചാൽ, ബദരീങ്ങളുടെ പാട്ടുപാടുന്നവനെ വേദനിപ്പിച്ചാൽ അത് വലിയ മുസീബത്താണ്, അത് വലിയ അപകടമാണ്. ചെറിയതായി മനസ്സിലാക്കണ്ട, അത് വലിയ അപകടത്തിലേക്കെത്തും, അത് വലിയ മുസീബത്തിന് കാരണമാകും. അതാ അദ്ദേഹം പറയുന്നു, ഞാനതാ ആ പേര് പറഞ്ഞ് അവസാനം റോമൻ രാജാവിനോട് അവിടുത്തെ പ്രജകളിൽ എന്ന് പറയുന്നു, ഈ ഈ മുസ്ലിമായ മനുഷ്യൻ നമ്മുടെ നാട്ടിലുള്ള കാലത്ത് നമുക്ക് മുസീബത്താണ്. ഇയാള് വന്ന ശേഷം എത്രയോ അപകടങ്ങളാണ് പല കുടുംബത്തിലും ഉണ്ടായത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ യജമാനന്മാരെ കയ്യിൽ നിന്ന് സ്വസ്ഥനായി ഇയാളെ വിട്ടുകളയണമെന്ന് പറയുന്നു. 1 മാസത്തിനുള്ളിലായി അതാ രാജാവിനെ വിളിച്ചിട്ട് എനിക്ക് 100 ദിർഹം 100 ദീനാർ തന്നിട്ട് 100 സ്വർണ്ണ നാണയം തന്നിട്ട് എന്നോട് സന്തോഷം പറഞ്ഞേക്കുന്നു. അതാ സബബു ഖലാസി മിനൽ അസ്ർ, എന്റെ ബന്ധനത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം ഇതാണ്. ഒന്നല്ല രണ്ടല്ല, എത്രയോ അനുഭവങ്ങൾ അല്ലാമ ശബറാവി തന്റെ ശറഹു സദറിൽ ഉദ്ധരിക്കുന്നു, ജാലിയത്തുൽ ഖദറിൽ ഉദ്ധരിക്കുന്നു, സിയൂഫുൻ നസ്റിൽ ഉദ്ധരിക്കുന്നു. മഹാന്മാര് പലരും ഈ വിഷയത്തിൽ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ബദരീങ്ങളെ പേരിൽ എത്രയോ
ഗ്രന്ഥങ്ങളുണ്ട്. അവരുടെ പേരിൽ എത്രയോ പാട്ടുകളുണ്ട്, അറബി കവിതകളുണ്ട്, മലയാള കവിതകളുണ്ട്. നമ്മുടെ ഉസ്താദുമാർക്ക് മുഴുവനുമുണ്ട്. വൈലത്തൂർ ഉസ്താദിന് ബദരീങ്ങളെ സംബന്ധിച്ച് 1000 വരിയുള്ള അൽഫിയ, 1000 വരി എന്ന പേരിൽ മിഫ്താഹുൽ മഫർ, വിജയത്തിന്റെ താക്കോൽ എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്. 3 ബദരീങ്ങളുടെ ഗ്രന്ഥങ്ങൾ വൈലത്തൂർ ഉസ്താദ് രചിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി 3 ബദരിയത്ത് രചിച്ചിട്ടുണ്ട്. എത്രയോ മഹാന്മാർ മുഹമ്മദുൽ ബർദഞ്ചി രചിച്ചിട്ടുണ്ട്, ജഅഫറുൽ ബർദഞ്ചി രചിച്ചിട്ടുണ്ട്, അബ്ദുൽ ലത്തീഫുൽ ബർദഞ്ചി രചിച്ചിട്ടുണ്ട്. അതിനൊക്കെ വിശാലമായ വിശദീകരണങ്ങളുണ്ട്. അയിമ്മത്ത് മുഴുവനും ബദരീങ്ങളെ മഹത്വം പറഞ്ഞവരാണ്, പറയുന്നവർക്ക് വലിയ വലിയ പുണ്യം പറഞ്ഞവരാണ്. മുഹമ്മദുൽ ബർദഞ്ചി പറയുന്നു, ബദരീങ്ങളെ പേര് പറയുന്നവരുടെ ഫലങ്ങൾ ലിയകൂന ഫീ ഹിഫ്ളില്ലാഹി വഹിർദിഹി മിൻ കുല്ലി മാ യുഖ്ശാ മിനൽ ലീദായി. ബദരീങ്ങളെ പേര് പറയുന്നവരുടെ ഒരു ഫലം ലിയകൂന ഫീ ഹിഫ്ളില്ലാഹി വഹിർദിഹി, ലിയകൂന ഫീ ഹിർസില്ലാഹ്, അല്ലാഹുവിന്റെ കാവലിലാകുന്നതാണ് ബദരീങ്ങളെ പേര് പറയുന്നവർ. അല്ലാഹുവിന്റെ കാവലിലാണവർ. സഹോദരന്മാരെ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകരാണ്, അള്ളാഹുവിന്റെ പ്രത്യേക കാവലുള്ളവരാണ്. പക്ഷേ അയിമ്മത്തൊരു സംഭവം പറയുന്നു. സുലൈമാൻ നബിയുടെ കയ്യിലൊരു മോതിരമുണ്ടായിരുന്നു. ആ മോതിരം അങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ തനിക്ക് വലിയ വിപത്ത് സംഭവിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ ഒരു ബറക്കത്തുള്ള മോതിരം മഹാനായ ഉസ്മാൻ തങ്ങൾക്ക് കൊടുത്തു. ആ മോതിരം നഷ്ടപ്പെട്ടതു മുതൽക്കാണ് ഉസ്മാൻ തങ്ങൾക്ക് വിഷമം സംഭവിച്ചതെന്ന് അയിമ്മത്ത് ശമായിൽ തുർമുദിയുടെ വിശദീകരണത്തിൽ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മോതിരം അതൊരു കാവലായിരുന്നു. അങ്ങനെ അല്ലാഹു തആല കാവലിന് പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരായ പ്രത്യേകക്കാരായ ബദരീങ്ങളുണ്ടല്ലോ, ആ ബദരീങ്ങളുടെ ഇസ്മ പറയുന്നവർക്ക് ലിയകൂന ഫീ ഹിർസില്ലാഹി വഹിഫ്ളിഹി, അല്ലാഹുവിന്റെ കാവലവനിക്ക് ലഭിക്കുന്നതാണ്. മിൻ കുല്ലി മാ യഖ്ശാ മിനൽ ലീദായി, ആരവനെ വിഷമിപ്പിക്കുന്നോ അവർക്ക് മുഴുവനും ബുദ്ധിമുട്ട് വരുന്നതാണ്. ബദരീങ്ങളെ പേര് പറയുന്ന ആളുകളെ ആര് വിഷമിപ്പിക്കുന്നോ അവനിക്കതാ വലിയ കാവലുണ്ടാകുന്നതാണ്. ആ വിഷമം അവൻ ഏൽക്കുകയില്ല. ഐളം വയുമന മിൻ ഖഊനിൻ ഖായിനി വഇദാ സമാ ഫിൽ അർളി ശർറു വബായി, അതാ വലിയ വഞ്ചകന്മാരിൽ നിന്ന് അവൻ രക്ഷപ്പെടും. നാട്ടുബലാകൾ, അതാ മൊത്തത്തിലുള്ള ബലാകൾ വരുമ്പോൾ ബദരീങ്ങളെ പേര് പറയുന്നവർക്ക് വലിയ കാവല് ലഭിക്കുന്നതാണ്. നാട്ടുബലായുടെ കാലമാണല്ലോ ഇത്, പകർച്ചവ്യാധികളുടെ കാലമാണല്ലോ. സഹോദരങ്ങളെ, നാം ബദരീങ്ങളെ പേര് പറയുന്നവരായി മാറുക. പന്നിപ്പനിയും അതുപോലെ തന്നെ വലിയ വലിയ മുസീബത്തുകളുടെ, ക്യാൻസറുകളുടെയും അതുപോലെ മറ്റു പല പല രോഗങ്ങളുടെയും കാലമാണ്. ഈ കാലത്ത് നമ്മുടെ കയ്യിൽ അതാ തഖ്വ എന്ന കവചമില്ല. ആകപ്പാട മുസീബത്ത് വിതച്ചിരിക്കുന്നു. നമുക്ക് രക്ഷയായിട്ടുള്ളത് മഹബ്ബത്തുർ റസൂൽ, മഹബ്ബത്തുൽ ഔലിയാ, ഹിഫ്ളുൽ ഔലിയാ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ മാത്രമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലം ശുബ്ഹത്തിന്റെ കാലമാണ്. കഴിക്കുന്ന ഭക്ഷണം മുഴുവനും ഹറാമായി. മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വതുബിഅ ബിൽ ഹറാം. കഴിക്കുന്നത് ഹറാം, അതാ ധരിച്ചത് ഹറാം, അവനാകപ്പാട ഹറാം. റസൂലുള്ളാഹി പറയുന്നു അന്നായിസ്തജാബ്, പിന്നെ ദുആ ചെയ്തിട്ട് എവിടുന്ന് മറുപടി കിട്ടാനാണ്? ഇങ്ങനത്തെ ഒരു കാലമാണ്. ഈ കാലത്ത് നമുക്ക് രക്ഷാകവചമായി നമ്മുടെ കയ്യിലുള്ളത് റസൂലുള്ളാഹിയാണ്. നബി തങ്ങളടങ്ങുന്ന ബദരീങ്ങളാണ്. അവരെ സ്നേഹിക്കുന്ന, അവരുമായി ബന്ധപ്പെട്ട് അവരുടെ വഴി
പിന്തുടർന്ന ഔലിയാക്കളാണ്. ഇത് നമ്മൾ മറക്കരുത്. നാട്ടുബലായികൾ അതാ രോഗങ്ങളുടെ കാലമാണ്. ഈ കാലത്തത് വലിയ ഗുണം ചെയ്യുന്നതാണ്. അതാ നാട്ടുബലാവ് വരുമ്പോൾ വലിയ ഫലം ബദരീങ്ങളെ പേര് കൊണ്ട് കിട്ടുന്നതാണ് ചൊല്ലുന്നവർക്ക്. من خؤون سارق ومن الردى بالردم أو بلواء തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. മതില് പൊളിഞ്ഞു ചാടി ദേഹത്ത് വീണു പോകുന്നത്, വീട് തകർന്നു പോകുന്നത്, ഭൂമി കിടക്കം വരുന്നതിന് രക്ഷപ്പെടുന്നതാണ്. ഐലം വയൽഫറ മന്ദലാഹാ ബുക്റതൻ വഅശിയതൻ ബിഖബൂലി കുല്ലി ദുആഇ. അത് ചൊല്ലുന്നവർക്ക് അതാ രാവിലെയും വൈകുന്നേരവും അത് ചൊല്ലുന്നവർക്ക് അവർ ചെയ്യുന്ന ദുആക്ക് ഉത്തരമുള്ളതാണ്. മന്ദലാഹാ ബുക്റതൻ വഅശിയതൻ ബിഖബൂലി കുല്ലി ദുആഇ. രാവിലെയും വൈകുന്നേരം ചൊല്ലുന്നവർക്ക് എല്ലാ ദുആക്കളും ഉത്തരമുള്ളതാകുന്നതാണ്. എത്ര ടൈമാ ബദരീങ്ങളെ പേര് ചൊല്ലാൻ? എത്ര ടൈമാ? പേര് മാത്രം പറയുകയാണെങ്കിൽ 4-5 മിനിറ്റോ അതിലപ്പുറം വരില്ല. പിന്നെ സയ്യിദിനെ കൂട്ടി ചൊല്ലിയാൽ ഏറ്റവും നന്ന്, റളിയല്ലാഹുവിനെ കൂട്ടി ചൊല്ലിയാൽ അതിലേറെ നന്ന്, രണ്ടും കൂടി കൂട്ടിയാൽ അപ്പുറം നന്ന്. അതൊക്കെ കുറച്ചും കൂടെ ടൈം വരും. ഏതായാലും പേര് മാത്രം പറയാൻ ഒരു 4 മിനിറ്റേ വരും പതിവുള്ളവർക്ക്. രാവിലെ ഒരു 4 മിനിറ്റ്, വൈകുന്നേരം ഒരു 4 മിനിറ്റ് അത് ചെലവഴിച്ചാൽ റബ്ബിനോട് അവൻ ദുആ ചെയ്താൽ റബ്ബ് സ്വീകരിക്കും. അതാ ഗർഭിണികൾ പ്രസവിക്കുന്ന, അതുപോലെ തന്നെ ഗർഭിണികൾക്ക് സന്തോഷമാണ്, പ്രസവിക്കുന്ന സ്ത്രീക്ക് ഗുണമാണ്, അവരുടെ പ്രസവം എളുപ്പമാകുന്നതാണ്. وترى العجائب إن دمت تلاوة فيها مع الإصباح والإمساء. രണ്ടു നേരം നീ അത് പതിവാക്കുകയാണെങ്കിൽ, വേണ്ട ഒരു നേരമെങ്കിലും പതിവാക്കിയാൽ, വതറൽ അജായിബ നിന്റെ ജീവിതത്തിൽ നിനക്ക് വലിയ വലിയ ആശ്ചര്യങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അദാല അംദി നുഖ്തതും മിൻ ബഹരിഹാ വഖിസാലുഹാ ജല്ലത്ത് അനിൽ ഇഹ്സാഇ. അതാ ഞാൻ ഈ പറഞ്ഞത് ലംദി നുഖ്തതും മിൻ ബഹരിഹാ, ആ ബദരീങ്ങളുടെ പേരിന്റെ ഫലമെന്ന് പറയുന്ന ആ വലിയ പാരാവാരത്തിൽ നിന്നുള്ള ഒരു ചെറിയ തുള്ളിയാണ് ഇതുവരെ പറഞ്ഞത്. വഖിസാലുഹാ ജല്ലത്ത് അനിൽ ഇഹ്സാഇ. ഇതിന്റെ ഫലങ്ങൾ ക്ലിപ്തമാക്കാൻ കഴിയില്ല. എത്രയോ എത്രയോ ഗുണങ്ങൾ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ബദരീങ്ങളുടെ മഹത്വത്തിന്റെ ഒരു ചെറിയ രൂപം. എത്ര ഗുണങ്ങൾ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി തങ്ങളാണ് ഈ ബദരീയത്ത് ഇവിടെ നടത്താൻ വേണ്ടി പറഞ്ഞത്. അവർ പങ്കെടുത്ത സദസ്സാണിത്. ബദരീങ്ങളുടെ പാട്ട് കേൾക്കുന്നത് മുഹമ്മദ് ഹാജി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അത് പാടുന്ന ആളുകളെ മൊയ്ൻകുട്ടി വൈദ്യര് ബദരീസ പാട്ടുണ്ടാക്കിയൊരു വലിയ പണ്ഡിതനും വലിയൊരു ചരിത്രകാരനും വലിയൊരു ഗായകനുമാണ്. മാപ്പിള കവി മൊയ്ൻകുട്ടി വൈദ്യർ ലോകപ്രസിദ്ധനാണ്. അതൊരു വൈദ്യരല്ല, അതൊരു എന്തെങ്കിലും പറയുന്ന ആളല്ല. നല്ല ഗ്രന്ഥങ്ങൾ നോക്കി എഴുതിയ കവിതയാണ് തന്റെ ബദർമാല, ബദർ കിസ്സപ്പാട്ട്. തനിക്കിഷ്ടം പോലെ കവിതകളുണ്ട്. ചെറുപ്പകാലത്ത് അങ്ങുമൊക്കെ തെന്നിയ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പൊറുപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പാടുന്നതെന്നാണ് മൂപ്പര് പറയുന്നത്. നല്ല കവിയാണ്. അടുത്ത് ഏതോ ഒരു പത്രത്തിൽ ബഹുമാനപ്പെട്ട മൊയ്ൻകുട്ടി വൈദ്യരെ സംബന്ധിച്ച് ഷിയായാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടോട്ടിക്കൈ, പൊന്നാനിക്കൈ എന്ന നിലക്ക് അറിയപ്പെടുന്ന 2 കൈകളുണ്ട്. കൈ എന്ന് പറഞ്ഞാൽ ത്വരീഖത്ത്, ഇതിനാണ് കൈ എന്ന് പറയുന്നത്. കൊണ്ടോട്ടി ത്വരീഖത്ത്, പൊന്നാനി ത്വരീഖത്ത്. അതിൽ കൊണ്ടോട്ടി ത്വരീഖത്തിന്റെ എതിരിലാണ് സയ്യിദ് ജിഫ്രി തങ്ങൾ ഉണ്ടായിരുന്നത്, അക്കാലത്ത് ഉലമാക്കന്മാരുണ്ടായിരുന്നു. പൊന്നാനിയിലെ മശായിഖിനെ തുടർന്ന് ഉള്ള ത്വരീഖായിരുന്നു മഖ്ദൂം തങ്ങളുടെ ത്വരീഖിലൂടെ ആയിരുന്നു അന്ന് നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആലിമീങ്ങൾ ഉണ്ടായിരുന്നത്.
ആ കുണ്ടോട്ടി തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അവിടുത്തെ ആ ഷിയാക്കളുടെ സ്വഭാവമുള്ള ആളാണ് ബഹുമാനപ്പെട്ട മൊയ്ൻകുട്ടി വൈദ്യരെന്ന് ഒരു ആരോപണമുണ്ട്. അതൊരിക്കലും ശരിയല്ല. പലരും അങ്ങനെ എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ട് തന്നെയുണ്ട്. ഷിയാക്കൾ മഹാനായ സിദ്ദീഖ് തങ്ങളെ വളരെ മോശമാക്കി പറയുന്നവരാണ്. മഹാനായ ഉമർ തങ്ങളെ വളരെ മോശമാക്കി പറയുന്നവരാണ്. അവർ രണ്ടുപേരും അലി തങ്ങളുടെ തനിക്ക് ലഭിക്കേണ്ട ഭരണം തട്ടിയെടുത്തതാണെന്ന് പറയുന്നവരും. അതാ ആയത്തുള്ള ഖുമൈനി, ഇറാനിന്റെ ഭരണാധികാരി, പറഞ്ഞു, എനിക്ക് സൗദി അറേബ്യയുടെ ഭരണം കിട്ടിയാൽ ഞാൻ ആദ്യമായി ചെയ്യുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപ്പുറം ഇപ്പുറവും കിടക്കുന്ന 2 ആളുകളുണ്ട്, അവരുടെ ഖബർ തുറന്ന് അത് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള എല്ലും തോലും വാരിയെടുത്ത് കരിച്ചു കളയലായിരിക്കും ഞാൻ ആദ്യം ചെയ്യുന്ന സേവനമെന്നാണ് ആയത്തുള്ള ഖുമൈനി പറഞ്ഞത്. ഇത്രയും ദേഷ്യമാണ് മഹാനായ സിദ്ദീഖ് തങ്ങളോടും ഉമർ തങ്ങളോടും. സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് മൊയ്ൻകുട്ടി വൈദ്യാർ. ഷിയാക്കളിൽപ്പെട്ട ആളെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പാട്ടിലും മറ്റു പല സ്ഥലത്തും കാണും, വിണ്ടിലി രസം തുറ്റി പിണിക്ക് കാലിരെ കൊടുത്തേ. ബദറിൽ കാണാം, വിണ്ടിൽ മാളത്തിൽ രസം തുറ്റു, അതാ തുണിയോ മറ്റോ തുറ്റിവെച്ചുകൊണ്ട് പിണിക്ക് പാമ്പിനിക്ക് കാൽ ഇര കൊടുത്ത്, കാൽ ഭക്ഷണമായി കൊടുത്ത ഇര കൊടുത്തതായ വീരക്കരൂർ സിദ്ദീഖ്, മഹാനായ സിദ്ദീഖ് ബദറിൽ പറഞ്ഞിട്ടുണ്ട്. ബിണ്ടിലി രസം തുറ്റി പിണിക്ക് കാലിര കൊടുത്ത്. അതാ വാരസൗറിലെ സംഭവമാണ്. ഉമർ തങ്ങളെ സംബന്ധിച്ച് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും മൊയ്ൻകുട്ടി വൈദ്യർ ഷിയയല്ല. ഞാനിത് പറയുന്നത് പലരും ആ ചരിത്രം അറിയാതെ പോയിരിക്കുന്നു. ഇന്ന് മൊയ്ൻകുട്ടി വൈദ്യർ സ്മാരക രംഗത്തൊക്കെ ഉള്ള പല ഉയർന്ന രാഷ്ട്രീയക്കാരും ഇറങ്ങിക്കൊണ്ട് പല ഗ്രന്ഥങ്ങളും ആ പേരിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ മൊയ്ൻകുട്ടി വൈദ്യർ ഒരു മൊത്തം ഒരു ജനറൽ മാൻ ആയിട്ടാണ് കാണുക. അല്ല, ജനറൽ ആയിട്ട് പറയാം. അത് മാത്രമല്ല, അദ്ദേഹം ഒരു മഹാനാണ്, അദ്ദേഹം ഒരു പണ്ഡിതനാണ്, അദ്ദേഹം ഒരു ഗായകനാണ്, അദ്ദേഹം ഒരു സൂഫിയാണ്. ഇത് മനസ്സിലാക്കാൻ തന്റെ കവിതകളുടെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ കഴിയും. തന്റെ അഹദത്തിൽ അലിഫ് എന്ന ബദറിന്റെ തുടക്കം തന്നെ വായിച്ചാൽ സുബ്ഹാനല്ലാഹ് ഹഖായിഖിന്റെ ഇൽമുകളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ്. അപ്പൊ കിസ്സപ്പാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. ബദർ മൊത്തത്തിൽ കിസ്സപ്പാട്ടുകളുണ്ട്. ചാക്കീരിയുടെ ബദർ കാണാം, മൊയ്ൻകുട്ടി വൈദ്യരുടെ ബദർ കാണാം. പല മഹാന്മാർക്കും മലബാറിൽ തന്നെ ഇഷ്ടംപോലെ ബദർ കിസ്സപ്പാട്ടുകളുണ്ട്. അറബിയിലുമുണ്ട് ബദർ കിസ്സപ്പാട്ടുകൾ, ഇഷ്ടംപോലെ ഭാഷകളിലുണ്ട്. അറബിയിലും മലയാളത്തിലും നമ്മുടെ കയ്യിലൊക്കെയുണ്ട്. പണ്ഡിതന്മാർ പലരും രചിച്ചിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമായ കവിത മൊയ്ൻകുട്ടി വൈദ്യരുടെ കവിതയാണ്. ഇവിടെ അതൊന്നും പാടി പറയാൻ എനിക്ക് കഴിയില്ല, കഴിയുന്നത് പറയാനുള്ള ടൈമുമില്ല. ബദറിനെ ഒരു ഹ്രസ്വമായ രൂപത്തിൽ, കിതാബുകളിൽ കണ്ട രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം നടത്താനുള്ള കാരണം വിശാലമായി പറയേണ്ട കേസാണ്, അതിലേക്ക് കടക്കാൻ പറ്റില്ല. അവിടത്തേക്ക് വഹി വന്നു. അതുവരെ അൽ അമീൻ, വിശ്വസ്തൻ. മക്കയിൽ എന്ത് പ്രശ്നമുണ്ടോ അത് മുഴുവനും റസൂലുള്ള വേണം. കഅബാലയത്തെ പൊളിച്ചു പണിയുന്നു. റസൂലുള്ളാഹിക്ക് 25 വയസ്സ്. 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിച്ചത്. ആ കാലത്തും ആരാണ് ഹജറുൽ അസ്വദ് അവിടെ വെക്കേണ്ടത്? തീരുമാനം ആകുന്നില്ല, തർക്കങ്ങളാണ്. കാരണന്മാര് കൂടുതലുണ്ടായ അങ്ങനെ വലിയ തർക്കാണേക്കാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ മഹല്ലത്തെ പറ്റിയാലോ ഇവിടുത്തെ ഹാൽ എന്താ അറിയില്ല. കാരണന്മാരാണ് ഉണ്ടായാലും ഇവരാണ് തർക്കം കൂടിയിട്ട് ഒരു പരിഹാരം ഇല്ലാതാവും. ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ ഉസ്താദ് കൈപ്പറ്റ മമ്മൂട്ടിയിലെ ഒരു പാപ്പ, വലിയ മഹാനവർകൾ സൂഫിയാണ്, അല്ലാഹുവിനെ പേടിച്ച മഹാൻ, എത്ര കറാമത്തുള്ളവർ. ഒക്കെ ഉസ്താദിന്റെ അൽഫിയൊക്കെ ഓതി കൊടുത്ത ഉസ്താദ് വലിയ പണ്ഡിതനാണ്. അൽ മുർഷിദു തുല്ലാബ് എന്ന ഗ്രന്ഥത്തിന് വിശാലമായി 3 വാള്യങ്ങളുടെ വിശദീകരണം എഴുതിയ ഏക പണ്ഡിതൻ. ആ വിശദീകരണം എഴുതിയിട്ട് അത് സമൂഹത്തിൽ കൊടുക്കുന്ന മുമ്പ് നെഞ്ചിൽ പിടിച്ചുകൊണ്ട് ഹറമിലേക്ക് പോയിട്ട് കഅബയുടെ ചുറ്റും അതിൽ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് അല്ലാഹ് അത് സ്വീകരിക്കണേ എന്നും പറഞ്ഞ് തവാഫ് ചെയ്താണ് അതിന് ഉദ്ഘാടനം ചെയ്യുന്നത്. സാലിഹീങ്ങളുടെ സ്വഭാവം നോക്ക്. സഹീഹുൽ ബുഖാരിയുടെ വിശദീകരണമായ
ഇർഷാദ് സാരി എന്ന അഹ്മദുൽ ഖസ്തലാനിയുടെ വിശാലമായ വിശദീകരണം ലോകത്ത് അറിയാത്തവരില്ല. ആ വിശദീകരണം ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെയാണ്. തന്റെ നാട്ടിലെ അറിയപ്പെട്ട ഖലീൽ തങ്ങളെ പോലുള്ള ഒരു വലിയ സദസ്സ് സംഘടിപ്പിക്കുന്ന തങ്ങളുണ്ടായിരുന്നു. ലൈറ്റുകളൊക്കെ വെച്ച് ആളുകളെ സംഘടിപ്പിച്ച് സദസ്സൊക്കെ വർണ്ണമാലകൾ തൂക്കി ഭംഗി കൂട്ടിക്കൊണ്ട് മൗലിദ് നടത്തിയിരുന്ന, സ്വലാത്ത് നടത്തിയിരുന്ന ഒരു സയ്യിദ്. അതിന്റെ എതിരിൽ ചില പണ്ഡിതന്മാർ ശബ്ദിച്ചു, പാടില്ല, ഇത് ഹറാമാണെന്ന് പറഞ്ഞു. അസ്സനൽ ബാഹിർ ഫീമൻ ആശ ഫിൽ ഖർനിൽ ആശിർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അല്ലാമ യമനി ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഖസ്തലാനി ചില പണ്ഡിതന്മാർ ഇതിനെതിർത്തപ്പോൾ അല്ലാമ ഖസ്തലാനി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ ആദരവാണ്, തോരണങ്ങൾ തൂക്കുന്നത്, ലൈറ്റുകൾ വെക്കുന്നത് അത് ആവശ്യമില്ലെങ്കിൽ കറാഹത്ത് തന്നെയാണ്, പക്ഷേ ഇത് റസൂലുള്ളാഹിന്റെ ആദരവാണ്. ആദരവിന് പരിധിയില്ല. അത് ആദരിക്കുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ ശആഇറിനെ ഒരാൾ ആദരിച്ചാൽ അത് ഹൃദയത്തിന്റെ തഖ്വയുടെ അടയാളമാണ്. അതിൽ പെട്ടതാണിതെന്ന് പറഞ്ഞ് താൻ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു. ആ സ്വലാത്ത് ഹൽഖയിൽ വെച്ചാണ് തന്റെ സ്വഹീഹുൽ ബുഖാരിയുടെ ആ വലിയ വിശദീകരണം ഉദ്ഘാടനം ചെയ്തത്. അസ്സനൽ ബാഹിറിൽ കാണാം. അപ്പോ കൈപ്പറ്റ ഉസ്താദ് ദർസ് നടത്തുന്ന ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ പറഞ്ഞാൽ പ്രശ്നം. ഞാൻ ആ നാട്ടുകാർ ഇപ്പൊ ഈ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. അവിടുത്തെ കാരണന്മാരൊക്കെ കൂടി ഒരു കമ്മിറ്റി ഒരു യോഗത്തിൽ എന്റെ പേര് ആദ്യം എഴുതണം, കുടുങ്ങിയില്ലേ, പെരുങ്കുടി കുടുങ്ങി ഉസ്താദ്. എന്റെ പേര് ആദ്യം എഴുതണം, ഓന്റെ മുമ്പ് ഞാൻ എന്റെ വാപ്പ പെടുത്ത കാരണവരാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് പേരും തിരക്ക്. ഇതുണ്ടായപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ്, നിങ്ങൾ എഴുതണ്ട, ഞാൻ എഴുതിക്കോളാം, പട്ടണാക്കണ്ട പറഞ്ഞിട്ട് ഉസ്താദ് റൂമിൽ കണ്ടു പോയിട്ട് എഴുതി ഇങ്ങോട്ട് കൊടുത്തു. വട്ടത്തിലാണ്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് ആദ്യം ആരെ വായിക്കേണ്ടതാണ് വായിച്ചാലിയാറ്, വട്ടത്തിൽ എഴുതിയിട്ട്. ഇങ്ങനത്തെ യുക്തിയുടെ പരിപാടിയൊക്കെ ചെയ്യേണ്ടി. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്താണ് നടക്കുന്നത്. കാരണന്മാരൊക്കെ കൂടി ആരാണ് ഹജറുൽ അസ്വദ് ആദ്യം വെക്കുക. അവസാനം ഇനി റസൂലുള്ളാഹിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്ത് നോക്ക് നിങ്ങൾ. ഒരു പട്ടണത്തിന് അന്തിമ തീരുമാനം അക്കാലത്തെ റസൂലുള്ളാഹി തങ്ങളാണ്. ആ വലിയ കൊമ്പന്മാർ, ആ വലിയ നേതാക്കന്മാരിടയിൽ ചെറുപ്പക്കാരനായ സത്യസന്ധനെന്ന് എല്ലാവരും വിളിക്കപ്പെടുന്ന, ഒരു മോശം പറയാൻ ആർക്കുമില്ലാത്ത ആ ശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന രൂപത്തിൽ ഹജറുൽ അസ്വദ് വെക്കുക, എന്നിട്ട് ഇന്ന രൂപത്തിൽ ആളുകൾ പിടിക്കുക എന്ന് പറഞ്ഞു. എല്ലാ കുടുംബത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു മുണ്ടിൽ വെച്ച് മുണ്ടിന്റെ തല എല്ലാ കുടുംബവും പിടിച്ച് അങ്ങ് വെക്കാൻ തീരുമാനിച്ചു. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ അന്തിമ തീരുമാനം. എല്ലാ വിഷയത്തിനും നബി തങ്ങൾ തന്നെയാണ്. റസൂലുള്ളാഹിന്റെ ചരിത്രം പറയാൻ കൂടുതൽ ടൈമില്ല. ലോകത്ത് ആ ചരിത്രം പറഞ്ഞ് തീരുകയുമില്ല. നാം ബദരീങ്ങളെ ചരിത്രം പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ ചരിത്രമാണ്. കാരണം ബദരീങ്ങളാക്കുന്നത് മുഴുവനും നബി തങ്ങളാണ്. നാം ഇമാം ഷാഫി തങ്ങളെ ചരിത്രം പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ ചരിത്രമാണ്. ഷാഫി തങ്ങൾ മുഴുവനും നബി തങ്ങളാണ്. നബി തങ്ങൾ ഇന്ന് കിട്ടിയതല്ലാത്തൊരറിവും അവിടത്തേക്കില്ല. എന്തൊരു ബഹുമാനമാണ് ഇമാമിനെ ഷാഫിക്കൊക്കെ റസൂലുള്ളാഹി തങ്ങളോടുള്ളത്. സുബ്ഹാനല്ലാഹ്. നബിയോട് മാത്രമാണോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്ക്, ഫാത്തിമയാണ് കട്ടതെങ്കിൽ, അല്ലെങ്കിൽ ഫാത്തിമയാണ് ശിർക്ക് വെച്ചതെങ്കിൽ എന്നൊരു ഹദീസുണ്ട്. ഈ ഹദീസ് ഇമാം ഷാഫി ഉദ്ധരിച്ചപ്പോൾ ലൗ അശ്റകത് ഫുലാന എന്നാണ്, ഫാത്തിമയുടെ പേര് പറഞ്ഞില്ല. ഇന്നവളാണ് ചെയ്തതെങ്കിൽ തന്നെ എന്നല്ലേ നബി പറഞ്ഞത് എന്നാണ്, ഫാത്തിമയുടെ പേര് പറഞ്ഞില്ല. ബഹുമാനമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഇത്ര ആദരിച്ച ഇമ്മത്ത്, അവരുടെയൊക്കെ സംഭവങ്ങൾ മുഴുവനും നബിയുടെ കറാമത്ത്, നബിയുടെ മുഅ്ജിസത്തുകളാണ്. അയിമ്മത്ത് മുഴുവനും ജീലാനി തങ്ങൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിലേക്ക് എത്തിയെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ഇത്തിബാഴ് കൊണ്ട് മാത്രമാണ് ഞാൻ എത്തിയത്, അല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല. ഇങ്ങനെയാണ് അല്ലാഹുവിലേക്ക് എത്തിയ ആരുണ്ടോ അവരാരും റസൂലുള്ളാഹി ഇല്ലാതെ എത്തിയിട്ടില്ല. ഇതിലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മലാ ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി
ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅദിലാ. അല്ലാഹുവിലേക്കെത്താൻ നബിതങ്ങളല്ലാതെ മാർഗമില്ല. ആ നബിതങ്ങളെ പഠിക്കുക, ആ നബിതങ്ങളെ അറിയുക, ആ വഴിയിലൂടെ പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുദ്ധതയാണ് ഞാൻ പറഞ്ഞത്. ആ നബി തങ്ങൾ അതാ തൗഹീദിന്റെ പ്രവർത്തകനായി വന്നപ്പോൾ നബി തങ്ങളെ അതാ വളരെയധികം മർദ്ദിക്കാനും വിഷമിപ്പിക്കാനും മക്കക്കാര് തയ്യാറായി. ഞങ്ങളുടെ പിതാക്കന്മാര് ആരാധിച്ചിരുന്ന ദേവന്മാരെ എതിർത്തു. അതാ അതോടുകൂടെ റസൂലുള്ള ഒന്നിനും കൊള്ളാത്തവനായി അവരിടയിൽ പ്രഖ്യാപിക്കപ്പെട്ടു. അക്രമങ്ങൾ അഴിച്ചുവിട്ടു. തന്റെ ശിഷ്യന്മാരെ കൊന്നു. തന്റെ ശിഷ്യനായ യാസിറിന് ഒരു കാരണമില്ലാതെ കൊന്നു. നബി തങ്ങളെ തുടർന്ന പേരിൽ തന്റെ ശിഷ്യയായ സുമയ്യയെ കൊന്നു റളിയല്ലാഹു അൻഹുമാ. അവരുടെ മകനായ അമ്മാർ തങ്ങളെ പീഡിപ്പിച്ചു. തന്റെ ശിഷ്യനായ ബിലാൽ തങ്ങളെ ചുട്ടുപഴുത്ത മണലിൽ കമഴ്ത്തിക്കിടത്തിക്കൊണ്ട് അതാ മണലിലൂടെ വലിച്ചു കൊണ്ടുപോയി. വയറുമുകളിലും പുറത്തെല്ലാം കല്ലുകൾ കയറ്റിവെച്ചു. റസൂലുള്ള കഅബാലയത്തിന്റെ അരികിൽ നിസ്കരിക്കുമ്പോൾ സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, അതാ കുടൽമാല ചാർത്തുകയാണ്. ഒട്ടകത്തിന്റെ പെട്ടിയും കുടലും കൊണ്ടുവന്നുകൊണ്ട് റസൂലുള്ളാന്റെ കഴുത്തിൽ ചാർത്തുന്നു. ഈ രൂപത്തിൽ അങ്ങ് റസൂലുള്ളാനെ വിഷമിപ്പിച്ചു. ഒരു പ്രതികരണവും റസൂലുള്ള ചെയ്തില്ല. ദിനം പ്രതി റസൂലുള്ളാന്റെ അരികിലേക്ക്, അവിടുത്തെ ആശയത്തിലേക്ക് അതാ ആളുകൾ കൂടി വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവസാനം റബ്ബിന്റെ കൽപ്പന അനുസരിച്ചു നബിയെ സ്വസ്ഥമായി തങ്ങൾക്ക് പ്രവർത്തനം ചെയ്യാൻ ആദ്യമേ ഞാൻ തീരുമാനിച്ചത് മദീനയാണ്. മദീന എന്നത് റസൂലുള്ളാന്റെ നാടാണ്. നബി തങ്ങൾ കിടക്കുന്നത് റസൂലുള്ളാന്റെ മണ്ണിലാണ്. റസൂലുള്ളാനെ പടച്ചത് മക്കയിലെ മണ്ണ് കൊണ്ടാണ്. ഒരു മനുഷ്യനെ പടച്ച മണ്ണിലാണ് മനുഷ്യനെ മറവ് ചെയ്യപ്പെടുക. അത് ഹദീസ് രണ്ടും സഹിഹായ ഹദീസുകളാണ്. പിന്നെ എങ്ങനെയാണ് മക്കയിലെ മണ്ണിൽ നിന്ന് പടച്ച നബിയെ മദീനയിൽ മറവ് ചെയ്തത്? അതിന് മൂന്നാമതൊരു ഹദീസ് ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഹാശിയത്തുൽ ഇളാഹിൽ ഉദ്ധരിക്കുന്നു. എന്താണ്? റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം പടച്ചതായ മക്കാ മണ്ണിന്റെ ഒരു വലിയ ഭാഗത്ത് തുളപ്പറിച്ചെടുത്ത് അതാ തൂഫാനിന്റെ കാലത്ത് മലക്കുകൾ മദീനയിൽ നിന്ന് റസൂലുള്ള കിടക്കുന്ന ആ വീടിന്റെ ആ സ്ഥലം, ആ മക്കയിലെ മണ്ണ് കൊണ്ടുപോയി വെച്ച മണ്ണാണ്. ആ മണ്ണിലാണ് റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്നതെന്ന് അതാ ഇലാഹിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത നാടാണ് മദീന. മദീനയുടെ ഒരു പേരാണ് ബൈത്തുർ റസൂൽ, മഹ്ജറുർ റസൂൽ. അതാ ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് യമനിലെ രാജാവായ തുബ്ബ് അതാ നാട് ചുറ്റി 400ഓളം പണ്ഡിതന്മാരുമായി നാട് ചുറ്റിയ രാജാവാണ് തുബ്ബ് രാജാവ്. വിശുദ്ധ ഖുർആനിൽ അവരുടെ ചരിത്രമുണ്ട്. ആ തുബ്ബ് രാജാവും അതാ പണ്ഡിതന്മാരും കൂടെ നാട് ചുറ്റി അവസാനം വരുന്നത് മദീനയിലാണ്. എന്തിനാണ് മദീനയിൽ വന്നത്? ഇവിടെയാണ് അവസാനത്തെ നബി വരിക. ആ നാടൊന്ന് സിയാറത്ത് ചെയ്യണം. ഒരു മഹാൻ ജനിച്ച നാട്, ഒരു മഹാൻ നടന്ന നാട്, ഒരു മഹാൻ ബന്ധപ്പെടുന്ന നാട്, പിന്നീട് ബന്ധപ്പെടും അങ്ങനത്തെ നാട്. ഇതിനൊക്കെ ബറക്കത്തുണ്ട്. അല്ലാഹു തആല അങ്ങനെയാണ് വെച്ചത്. അതുകൊണ്ട് മദീന സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരികയാണ് പണ്ഡിതന്മാര്. തുബ്ബ എന്ന രാജാവ് പണ്ഡിതന്മാരോടുകൂടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മദീനയിലെത്തിയപ്പോൾ പണ്ഡിതന്മാര് അടങ്കലും പറയുന്നു, നിങ്ങൾ രാജാവേ, നിങ്ങൾ യമനിലേക്ക് പോവുക, ഞങ്ങൾ ഈ നാട് വിടുകയില്ല. കാരണം ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരാകാൻ ഞങ്ങൾക്ക് വിധിയുണ്ടാവുകയില്ല. ഞങ്ങളുടെ മക്കൾ ആ നബിയുടെ ശിഷ്യന്മാരാകാൻ ആഗ്രഹമുണ്ട്. അതിന് ഞങ്ങളുടെ മക്കളെ ഇവിടെ താമസിപ്പിക്കട്ടെ. അവരുടെ കുടുംബ പരമ്പരയിൽ അവസാനമെങ്കിലും ഞങ്ങളുടെ മക്കൾ അവിടുന്ന് വരുമ്പോൾ, അവിടുന്ന് ഈ നാട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ കാല് കഴുകി കൊടുത്തും അവിടുത്തെ ഹിദ്മകൾ ചെയ്തും ഞങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ടാൽ വൽഹഖ്നാ ബിഹിം ദുർരിയാതിഹിം, അതാ ഒരു പിതാവ് രക്ഷപ്പെട്ടാൽ മക്കൾ സ്വർഗത്തിലാണ്. ഒരു പിതാവ് രക്ഷപ്പെട്ടാൽ ഭാര്യ സ്വർഗത്തിലാണ്. ഒരു ഉമ്മ രക്ഷപ്പെട്ടാൽ ഭർത്താവും മക്കളും സ്വർഗത്തിലാണ്. ഒരു ഉസ്താദ് രക്ഷപ്പെട്ടാൽ ശിഷ്യന്മാർ സ്വർഗത്തിലാണ്.
സ്വർഗത്തിലാണ്. ഒരു ശിഷ്യൻ രക്ഷപ്പെട്ടാൽ ഉസ്താദ് സ്വർഗത്തിലാണ്. അല്ലാഹു ഏതെങ്കിലും വിധേന നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ ആഗ്രഹത്തിൽ പണ്ഡിതന്മാര് മുഴുവനും മദീനയിൽ കൂടുന്നു. കാലങ്ങളായി മദീനയെ ആദരിച്ചു വരുന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രവിശാലമായ ലോകമാണ് മദീന. മദീനയെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് വല്ല ഖൈറും കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഏ മുഅ്മിനായ മനുഷ്യ, എനിക്ക് ഏറ്റവും നല്ലത് മദീനയാണ്. വൽ മദീനത്തു ഖൈറുൽ ലഹും, മദീനയാണ് മുഅ്മിനീങ്ങൾക്ക് ഉത്തമമായത്. പക്ഷേ ലൗ കാനൂ യഅലമൂൻ, അവർ വരാൻ പോകുന്ന ലോകത്തെ പറ്റി അറിയാത്തവരായി പോയി. അറിയുകയാണെങ്കിൽ മദീനയിലേക്കാണ് പോവുക. ആയിരങ്ങളായ നമ്മുടെ മശായിഖ് ജനിച്ചതൊരു നാട്ടിൽ, കിടക്കുന്നത് മദീനയിൽ. എത്ര ആലിമീങ്ങളാണ് എന്നെ മദീനയിൽ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്തത്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി, അവിടുത്തെ പരമ്പരയിലെ തരീഖത്ത് പരമ്പരയിലെ വലിയ ശിഷ്യനാണ് മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി. ദലായിലുൽ ഖൈറാത്ത് എന്ന ഗ്രന്ഥത്തിന്റെ ഉടമയായ മഹാൻ. അതൊക്കെ മണിക്കൂറുകൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലിയുടെ ദലായിലുൽ ഖൈറാത്ത് അതാ ചൊല്ലി നോക്കിയാൽ അതിൽ ഇത് ദുആയിൽ കാണാം. ആ മദീനയിൽ നിൽക്കാൻ ഇലാ അന്നു തവഫന തവഫന ഇലാ അന്ന തവഫ, അല്ലെങ്കിൽ നുതവഫ, മരിക്കുന്നവരെ മദീനയിൽ ഒന്ന് നിൽക്കാൻ തൗഫീക്ക് ചെയ്യണേ. ഈ പ്രാർത്ഥന നടത്തിക്കോ. നമ്മുടെ നാടിൽ കിടന്നിട്ട്, വാണിന്നൂര് കിടന്നിട്ടെന്ത് കാര്യമാണുള്ളത്? പകരയിൽ കിടന്നിട്ടെന്ത് കാര്യമാണുള്ളത്? നമ്മുടെ ഭാര്യയും മക്കളും കുട്ടികളൊക്കെ അടുത്തുണ്ട്, എന്ത് പ്രയോജനമാണ്? അവര് വിലപിച്ചിട്ടോ അവര് കണ്ണുനീരൊഴുക്കിയിട്ടോ കാര്യമില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തി അപ്പുറം കിടക്കുന്നുണ്ടെങ്കിൽ, അവൻ നരകത്തിൽ കടക്കുകയോ? നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി ഐനുർ റഹ്മത്താണ്. ഇതാഗ്രഹിച്ചാണ് ആ മദീനയിൽ കിടക്കാൻ സാലിഹീങ്ങൾ ആഗ്രഹിച്ചത്. ختامع الأنبياء محمد ويوم قيام الناس يبعث أول ختام جميع الأنبياء محمد. അവസാനം വന്നവരാണ് റസൂലുള്ളാഹി തങ്ങൾ. പക്ഷേ റസൂലുള്ള പറയുന്നു, നഹ്നുൽ ആഖിറൂന സാബിഖൂൻ. നമ്മൾ അവസാനം വന്നവരാണെങ്കിലും ആഖിറത്തിൽ മുന്നിലാണ്. അല്ലാഹു ആ സഫിൽ എന്നെയും നമ്മയൊക്കെ പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, പറയാൻ സുഖമുണ്ട്, കേൾക്കാൻ സുഖമുണ്ട്. വിഷയം ഗൗരവമാണ്. ഒന്ന് മുഅ്മിനായി മരിച്ചു കിട്ടണം, അല്ലാതെ ആ വഴിയില്ല. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങൾ അവിടുത്തെ ബുർദയിൽ പറഞ്ഞു, വകൈഫ യുദ്രികു ഫി ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസൽ ലൗ അൻഹു ബിൽ ഹുലുബി. ഓരോരുത്തർ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അവർക്ക് റസൂലുള്ളാഹിനെ അറിയുമോ? ഏതൊക്കെ സ്വപ്നമാണ് അവരുടെ മുന്നിലുള്ളത്. അതല്ല നബി കേട്ടോ. വകൈഫ യുദ്രികു ഫി ദുനിയാ, ദുനിയാവ് എങ്ങനെ അറിയാനാണ്? ഹഖീഖത്തുഹു, യഥാർത്ഥ മുഹമ്മദ് നബിയെ ഖൗമുൻ, ഒരു കൂട്ടർ, ഒരു ആണുങ്ങളും പെണ്ണുങ്ങളും, ഒരു മുസ്ലിം, ഒരു തങ്ങളും, ഒരു നാടനും എങ്ങനെയാണ് അറിയുക? നിയാമുൻ, അവർ റസൂലുള്ളാഹിനെ അറിയാതെ ഉറങ്ങിപ്പോയി. തസല്ലൗ അൻഹു ബിൽ ഹുലുമി, അവരെന്തൊക്കെയോ കണക്ക് കൂട്ടി വെച്ചു. ഇതാണ് നമുക്ക് നബിയെ പറ്റിയുള്ള അറിവ്. നമുക്ക് നബിയെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. ആ നബിയുടെ യാഥാർത്ഥ്യം അറിഞ്ഞ സാലിഹീങ്ങൾ, സൂഫിയാക്കളൊക്കെ അവിടത്തോട് കാണിക്കുന്ന അദബ്, മദീന ഭാഗത്തേക്ക് കാല് നീട്ടാത്ത മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഔറംഗസീബ് രാജാവിനെ കേട്ടിട്ടില്ലേ? ഇന്ത്യ ഭരിച്ച രാജാവാണ്. ഡൽഹിയിൽ കഴിഞ്ഞുപോയ, ഉത്തരേന്ത്യയിൽ കഴിഞ്ഞുപോയ ഔറംഗസീബ് രാജാവ്, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ഒന്നുമില്ലാതെ അവിടുത്തെ പേര് പറയുമായിരുന്നില്ല. അങ്ങനത്തെ മഹാനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ആ നബിയെ അത്രയും ആ രാജാവ് ബഹുമാനിച്ചു. തന്റെ അടിമയെ പേര് വിളിക്കാതെ ഓമനെ പേര് വിളിക്കും.
ചിലപ്പോൾ പേര് വിളിക്കും. അടിമ ചോദിക്കുന്നു എന്താണ് ചിലപ്പോൾ എന്റെ പേര് വിളിക്കുന്നത്, ചിലപ്പോൾ ഓമന പേര്. അവിടുന്ന് പറയുന്നു ഔറംഗസീബ് രാജാവ് ഭരണാധികാരിയാണ് പറയുന്നത്, മോനെ എനിക്ക് ഉള്ള ടൈമില് നിന്റെ പേര് ഞാൻ വിളിക്കാറുള്ളൂ, നിന്റെ പേര് മുഹമ്മദ് അല്ലേ. അതാ ഇല്ലാത്ത ടൈമിൽ ഒന്നുമില്ലാത്ത ടൈമിൽ നിന്റെ ഓമന പേര് ഞാൻ വിളിക്കും. ഇത്രയും ബഹുമാനമുള്ള രാജാക്കന്മാർ, അല്ലാഹുവിന്റെ റസൂൽ, അവിടുന്നാണ് ഹഖീഖത്ത്, അവിടുന്നാണ് എല്ലാം. ആ നബിതങ്ങളെ മഹബ്ബത്തല്ലാതെ, ആ നബിതങ്ങളോടുള്ള ബന്ധമല്ലാതെ നമുക്ക് രക്ഷയ്ക്ക് ഒരു മാർഗവുമില്ല. മദീനയിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ വിജയം. അല്ലാഹു നമ്മെ മദീനയിൽ പലപ്പോഴും എത്തിക്കുമാറാകട്ടെ. മദീനയെ സംബന്ധിച്ച് മാത്രം വഅദ് പറയണം, പറഞ്ഞാൽ തീരാത്ത രൂപത്തിൽ മദീനക്ക് സ്വഭാവങ്ങളുണ്ട്. മക്കയേക്കാൾ മഹത്തായത് മദീന എന്നാണ് ഇമാം മാലിക് തങ്ങൾ പറയുന്നത്. റസൂലുള്ളാഹിനെ മറവ് ചെയ്യുന്ന മുമ്പുള്ള അഭിപ്രായമാണിത്. നബിയെ മറവ് ചെയ്യുന്ന മുമ്പ് തന്നെ മക്കയേക്കാൾ ബഹുമാനമുള്ളതാണ് മദീന എന്നാണ് ഇമാമുന ഷാഫി മക്കയെന്ന് അഭിപ്രായപ്പെടുന്നു. അതും നബിയെ മറവ് ചെയ്യപ്പെടുന്ന മുമ്പാണ്. നബി തങ്ങളെ മറവ് ചെയ്യപ്പെട്ട മദീന അത് ബിൽ ഇജ്മാഇ ലോകത്ത് ഏറ്റവും വലിയ മഹത്തായതാണെന്നതിൽ തർക്കമില്ല. പറയുന്നു, അതാ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, മറ്റു പലരും ശിഫയിലും അതുപോലെ ഹശിയത്തുൽ ഇലാഹിലൊക്കെ കാണാം. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ നാടാണ് മദീന. അങ്ങോട്ട് പോവുക നബിയേ, നമുക്കിനി മക്കത്ത് നിൽക്കേണ്ട, നമ്മുടെ യഥാർത്ഥ നാട്, തങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വീകരിച്ച നാട്, അവിടേക്ക് പോകാം നബിയേ. റസൂലുള്ള അങ്ങോട്ട് പോകുന്നു. ആ പോക്കിന് ലോക മുസ്ലിമീങ്ങൾ ഹിജ്റ എന്ന് പേര് കൊടുക്കുന്നു. അവിടെ മുതൽ, ആ വർഷം മുതലാണ് ഹിജ്റ വർഷം തുടങ്ങുന്നത്. ആ മദീനയിൽ പോയി ചുരുക്കട്ടെ 2 വർഷം കഴിഞ്ഞു. പല സംഭവങ്ങളും അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അവർ കഷ്ടപ്പെടുത്തി. മക്കയിൽ നിന്ന് എല്ലാ കുരുത്തക്കടും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ വിഷമിച്ചു. റസൂലുള്ള അവിടുന്ന് നാട് കടന്നു പോകുമ്പോൾ, അവിടുന്ന് സലാം പറഞ്ഞു പോകുമ്പോൾ മക്കയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, സഹീഹായ ഹദീസിൽ കാണാം, യാ മക്കത്തു ഇന്നക അഹബ്ബു അർളില്ലാഹി ഇലൈ ലൗലാ ഖൗമുക അഖ്റജൂനി. മക്കേ, നിന്നോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പുറപ്പെടേണ്ട സ്വഭാവം അവരിതുണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ അവരെന്നെ വിഷമിപ്പിക്കുന്നത് കണ്ട് അള്ളാഹു എന്നെ മദീനയിലേക്ക് പോകാൻ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ പോവുകയാണെന്ന് മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് നബി തങ്ങൾ പറഞ്ഞതായി കാണാം. എന്നിട്ട് അതാ വാർ സൗറിൽ 3 ദിവസം കൂടി. എന്തിനാണ് ആ നബിയെ ഇത്ര വിഷമിപ്പിക്കുന്നത്? അവരെ വല്ലതും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ റസൂലുള്ള കാല് വെച്ച സ്ഥലത്തൊക്കെ ഒന്ന് ചെല്ലാൻ, അവിടുന്നൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് ബന്ധപ്പെടാൻ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ വാറ് സൗറിന്റെ മുകളിൽ ചെന്നിട്ട് ആ മാളത്തിലേക്ക് കടക്കാൻ തന്നെ പ്രയാസമാണ്. ഒരാൾ ആ മാളത്തിന്റെ അരികിൽ നിന്നാൽ അവന്റെ മുട്ടുവരെ ആ മാളമുള്ളൂ. കിടന്നുകൊണ്ട് ഉള്ളിലേക്ക് ശരിക്ക് കയറണമെങ്കിൽ കിടന്ന് കയറണം, അല്ലെങ്കിൽ അതാ ഇരുന്നു കൊണ്ട് കയറണം. ഈ രൂപത്തിലല്ലാതെ കയറാൻ കഴിയാത്ത ആ മാളത്തിന്റെ അരികിൽ ചെന്ന് എങ്ങനെ കയറുമെന്ന് ചിന്തിക്കുമ്പോൾ ആ മാളം സംസാരിക്കുന്നു. അല്ലാമ ഇബ്നു ബത്തൂത്ത തന്റെ റിഹിലയിൽ അഥവാ തുഹ്ഫത്തുൻ നുള്ളാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ആ മാളം വിളിക്കുകയാണ്, സംസാരിക്കുകയാണ്. യാ മുഹമ്മദ് നബിയേ, ഈ തീയിലേ എന്റെ അരികിലേക്ക് വരിക. 70 നബിമാർക്ക് അഭയം കൊടുത്തവളാണ് ഞാൻ. എന്നിൽ വന്നിരിക്കൂ, ആരും ഒന്നും ചെയ്യുകയില്ല. വലിയ ചരിത്രമുള്ള മാളമാണ്. ആ മാളത്തെ സംബന്ധിച്ച് മാത്രം അയിമ്മത്ത് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നു. അവിടൊക്കെ ചെല്ലാൻ, അവിടൊക്കെ ദുആ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
റസൂലുള്ളാഹിനെ അവിടെ ഇന്നും വിഷമിപ്പിച്ചു. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ അതാ ആ മാളത്തിലിരുന്ന് 3 ദിവസം അവിടെ കട്ടപ്പെട്ടിരിക്കുന്നു. പിന്നെയാണ് മദീനയിലേക്ക് പോകുന്നത്. ആ 3 ദിവസത്തിന്റെ ഇടയിൽ ശത്രുക്കൾ അതാ മാളത്തിന്റെ വക്കിലെത്തി. ആ മാളത്തിന്റെ ഉള്ളിലേക്ക് ഇരുന്നു കൊണ്ട് അതാ തലയിട്ട് നോക്കാൻ തോന്നുന്നില്ല. കാരണം അതിന്റെ വാതിലിൽ അതാ ചിലന്തി വല വെച്ചിരിക്കുന്നു. മാടപ്രാവ് അല്ലെങ്കിൽ പ്രാവ് മുട്ടയിട്ടിരിക്കുന്നു. ഒരിക്കലും തന്നെ ഇങ്ങനെ ഒരു മാളത്തിൽ ഒരാൾ കയറിയാൽ പ്രാവ് അവിടെ ഉണ്ടാവുകയില്ല. പ്രാവ് പാറിപ്പോകും. ചിലന്തി വല അറ്റുപോകുന്നതാണ്. ഉടനെ നൈമിഷികമായ മുട്ടയാണ്, നൈമിഷികമായ വലയാണ്. ഖൈരിൽ ബരിയതിലം തൻസുജിവാലം തഹൂമി. പ്രാവ് അങ്ങനെ ഒരു സംഭവം, പ്രാവ് അങ്ങനെ മുട്ടയിട്ട് നബിക്ക് കാവലിരിക്കുന്നതോ ചിലന്തി വല വെക്കുന്നതോ അവർ ചിന്തിച്ചില്ല. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി അവിടുത്തെ വഫാഉൽ വഫാ എന്ന ഗ്രന്ഥത്തിൽ അതാ പറയുന്നു, ആ പ്രാവിന്റെ മക്കളാണെന്ന് ഹറമിലുള്ള പ്രാക്കൾ. ആയിരക്കണക്കിന് പ്രാവുകളുണ്ട്. അതാ ഹജ്ജിന് പോയവർക്കറിയാം, ഗോതമ്പം നേർച്ചയാക്കിയിട്ടിട്ട് കൊടുക്കുന്നു ആളുകൾ. ഒരു പ്രാവിന്റെ ഒരു തൂവല് പോലും തൊടുന്നത് ഹറാമാണ്. എന്തേ? മുത്തുനബിക്ക് കാവല് കൊടുത്ത പ്രാക്കളുടെ മക്കളാണ്. ഔലിയാക്കളുടെ കൂടെ കൂടിയ, മഹാന്മാരെ കൂടെ കൂടിയ ആളുകളുടെ പരമ്പരക്കും ബറക്കത്തുണ്ടെന്ന് മനസ്സിലാക്കാം. സഹോദരന്മാരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ ചിലന്തിക്ക് ആ മഹത്വമില്ല. ചിലന്തിക്ക് ഈ മഹത്വമില്ലല്ലോ. ചിലന്തി വല കണ്ടാൽ വീടിൽ ചിലന്തി വലയുണ്ടാകുന്നത്, ആലയിൽ അഥവാ തൊയ്ത്തിലൊക്കെ ചിലന്തി വലയുണ്ടായാൽ ആ തൊയ്ത്തിലെ മൃഗങ്ങൾക്ക് രോഗമുണ്ടാകും. ഹദീസിൽ കാണാം, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞതായി. ചിലന്തി വല വീട്ടിൽ നിർത്തിയാൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മാറാല വീട്ടിൽ നിർത്തിയാൽ അവിടെ ഫഖീർ തരമുണ്ടാകും, അത് അടിച്ചു കളയണം എന്ന് അല്ലമ സർനൂജി അവിടുത്തെ തഅലീമുൽ മുതഅല്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം സലാഹുദ്ദീൻ അവിടുത്തെ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പല കിതാബിലും ഉണ്ട്. എന്തേ ചിലന്തിക്ക് ഇത് പറ്റാന്? അങ്ങനെയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, പ്രാവിനത് കിട്ടി, ചിലന്തിക്ക് കിട്ടിയില്ല. ഔലിയാക്കൾക്ക് കാവലുന്നത് കൊണ്ട് രക്ഷപ്പെടുകയില്ല. മനസ്സ് വിശ്വാസത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ആദരവോടുകൂടെ നിൽക്കണം. അല്ലാതെ വല്ലതും കയ്യിലാക്കണമെന്ന നിലക്ക് നിന്നാൽ, എതിരോടുകൂടെ നിന്നാൽ, നിർബന്ധിതനായി വല്ലതും ചെയ്തു കൊടുത്താൽ ഒരുപക്ഷെ ഫലമുണ്ടായിക്കോളണമെന്നില്ല. എന്നാൽ റസൂലുള്ളാഹിക്ക് കാവല് കൊടുത്ത ആ ചിലന്തി അത് നല്ല ചിലന്തിയാണ്, അതിന് വലിയ ബറക്കത്തുള്ള ചിലന്തിയാണ്. പക്ഷേ അതിന്റെ കുടുംബ പരമ്പരയായ, അതിന്റെ അച്ഛന്മാരായ ചിലന്തികൾ അവർ ഈ ഉമ്മത്തിന് അപകടമാണ്. സുമ്മ് വിഷമുള്ള ജീവിയാണ്. വിഷജീവിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, മാ സലംനാഹും മുൻദു ഹറബ്നാഹും. അതാ ഒരു മുസ്ലിമിനിക്ക് വിഷജീവിയോട് ബന്ധമില്ല, അവരുമായി സന്ധിയാകുന്ന ടൈമില്ല, പാമ്പുമായി സന്ധിയില്ല, തേളുമായി സന്ധിയില്ല. ലഅനല്ലാഹുൽ അഖ്റബ്. റസൂലുള്ളാഹി പറഞ്ഞു, അതാ തേളിനെ അല്ലാഹു തആല ക്ഷമിച്ചിരിക്കുന്നു, അത് നല്ലവരെ വരെ കുത്തുന്നതാണ്. റസൂലുള്ളാഹിനെ തേള് കുത്തി. റസൂലുള്ളാഹി തങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തോതി വെള്ളത്തിൽ മന്ത്രിച്ച് ഒടിച്ചത് ഹദീസിൽ കാണാം. അങ്ങനെ വിഷമുള്ള ജീവിയോട് മുസ്ലിമിന് ബന്ധമില്ല. റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് വളരെ അനർത്ഥമാണ്. സഹോദരന്മാരെ, അതാ പാമ്പിനെ കൊണ്ട് നടക്കുന്ന വിഷം തീണ്ടാത്ത ആളുകളെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അതാ പാമ്പുവേലായുധനെ ഞാൻ കണ്ടവനാണ്. അയാള് ആയിരക്കണക്കിന് പാമ്പുകൾ ഒരു കൂട്ടിലിട്ടിട്ട്, മൂർഖൻ പാമ്പും മറ്റു പാമ്പുകളൊക്കെ കഴുത്തിൽ ഇങ്ങനെ മാലയാക്കിയിട്ടിട്ട്, തലയെക്കെട്ടിലും തലയിൽ ഇങ്ങനെ മാലയാക്കിയിട്ടിട്ട് അയാൾ നിൽക്കുന്നത് കോട്ടക്കലിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. റോഡ് വക്കിൽ 25 പൈസ കൊടുക്കുമ്പോ അതിൽ കയറിയിട്ട് കാണാൻ കഴിയുമായിരുന്നു. അയാൾ ഈ പാമ്പിനെങ്ങനെ പിടിച്ചതിന്റെ പത്തിയൊക്കെ നമ്മളെ നേരെ ഇങ്ങനെ പിടിച്ചു തരും. വലിയ ധൈര്യവാനാണ്. കാരണം അയാളെ പാമ്പ് കടിക്കില്ല. ഇതാണ് അയാൾ
അയാൾ മനസ്സിലാക്കിയത്, അയാളടക്കമുള്ള ലോകത്തിന്റെ നേതാവ് അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ സാലംനാഹും മുൻദു ഹറബിനാഹും, ആ പാമ്പിന്റെയും വിഷജന്തുക്കളോടും നമ്മൾ സന്ധിയില്ല, ഒരു ദിനം അതിനെ വഞ്ചിക്കും കേട്ടോ. പാമ്പ് വേലായുധൻ ചത്തത് പാമ്പ് കടിച്ചിട്ടാണ്. 10-30 വർഷം പാമ്പ് കൊണ്ട് ജീവിച്ച വേലായുധൻ പാമ്പ് കടിച്ച് മരിച്ചുപോയി. സഹോദരന്മാരെ, ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ വെറുപ്പിലായി പടക്കപ്പെട്ട ചിലന്തിക്ക് ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങളുടെ ബഹുമാനമില്ല. ഒരു ചിലന്തിക്ക് മാത്രമാണ് ആ മഹത്വമുള്ളത്. കുടുംബം നന്നാകണം, വല്യാപ്പ നന്നാകണം, അവന്റെ വാപ്പ നന്നാകണം. ഇബ്ലീസിന്റെ മക്കൾ എത്ര ആൾ നന്നാവൂല. ഇബ്ലീസിന്റെ മക്കൾ ഇബ്ലീസിന്റെ ഒരു മോനെ പറ്റി ഒരു അഭിപ്രായം ഉണ്ട്, അയാൾ മുസ്ലിം അയക്കണത്. വേറെ ഒരേറ്റവും ഇതിനെ പറ്റി അഭിപ്രായമല്ലേ മുസ്ലിം അയക്കണം. അതാരാണ് ഇബ്ലീസിന്റെ മുസ്ലിമായ മോനെ? സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ രാവിന് പകലോ, രാത്രി പകലിനെ പ്രസവിക്കുകയോ? യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ചത്തതിൽ നിന്ന് ജീവനുള്ളത് നൽകുന്ന റബ്ബാണ്. അതുണ്ട്. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കട്ടെ, ചത്തത് തരാതിരിക്കട്ടെ. അള്ളാഹു ജീവനുള്ളവരാക്കട്ടെ. നമ്മളിൽ നിന്ന് ജീവനുള്ളതിന് അള്ളാഹു തല നൽകുമാറാകട്ടെ. അത് വലിയ സംഭവമാണ്. ജീവനുള്ള നൂഹ് നബിയിൽ നിന്ന് ജീവനില്ലാത്ത, ആത്മീയ ജീവനില്ലാത്ത കിൻആൻ ജനിച്ചു പോയി.